ചക്കക്കൊമ്പനുമായി ഏറ്റുമുട്ടി ചെരിഞ്ഞ മുറിവാലൻ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം ഉച്ചയോടെ കൂടി 60 ഏക്കർ ചോലയിൽ തന്നെ ആനയെ മറവു ചെയ്യും. കഴിഞ്ഞ ഓഗസ്റ്റ് 21-നായിരുന്നു ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ കൊമ്പുകോർത്തത്. സംഭവത്തിൽ മുറിവാലൻ കൊമ്പന്റെ പുറത്ത് ആഴത്തിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. ആനയുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ പഴുത്തതോടുകൂടി ആന അവശനിലയിലായി. തുടർന്ന് ചിന്നക്കനാൽ വിലക്കിൽ നിന്നും 500 മീറ്റർ അകലെയുള്ള വനമേഖലയിൽ ആന വീഴുകയായിരുന്നു. പിന്നീട് അവിടെ തന്നെ ആനയ്ക്ക് വനംവകുപ്പ് അധികൃതരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ 8 മണിക്ക് ആരംഭിക്കും. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള വിദഗ്ധർ സംഭവസ്ഥലത്ത് എത്തും. പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട വിദഗ്ധ ഡോക്ടർമാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നത് വൈകിയതാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ താമസം നേരിട്ടത്. ചിന്നക്കനാൽ മേഖലയിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ആനയാണ് മുറിവാലൻ കൊമ്പൻ. മുറിവാലനൊപ്പം ഏറ്റുമുട്ടിയ ചക്കക്കൊമ്പനെയും വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ചക്കക്കൊമ്പന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.